കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പാവയ്ക്ക അല്ലെങ്കിൽ കയ്പ്പയ്ക്ക വെച്ചാണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത്. കയ്പ്പായതുകൊണ്ട് കുട്ടികൾക്കും ചിലർക്കൊക്കെ കഴിക്കാൻ മടിയായിരിക്കും. കയ്പ്പയ്ക്കയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരാവശ്യം കൂടി ഉണ്ട് അല്ലേ. അതുകൊണ്ട് ഈ കയ്പ്പില്ലാതെ നമുക്ക് ഈ പാവയ്ക്ക എങ്ങനെ തോരൻ വെക്കുക എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ, ഒരല്പം പോലും കയ്പ്പുണ്ടാവില്ല. ഫുള്ളായിട്ട് കഴിക്കാത്ത മക്കളുണ്ടെങ്കിൽ അവരൊക്കെ കഴിച്ചോളും. ആദ്യം നമുക്കൊരു ഫ്രഷ് ആയിട്ടുള്ള പാവയ്ക്ക കഴുകി വൃത്തിയാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഞാനൊന്ന് കൊത്തി അരിഞ്ഞെടുത്തു കേട്ടോ. ഇത് ഞാൻ എളുപ്പത്തിന് ചെയ്തതാണേ. കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കൽ. ഉള്ളിലുള്ള കുരുക്കളൊക്കെ ഈ സമയം നമുക്ക് മാറ്റിയെടുക്കാം. ചോപ്പറിൽ വെച്ച് ചോപ്പ് ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ തന്നെ. വളരെ നൈസായിട്ടാണ് നമുക്കിത് വേണ്ടത് കേട്ടോ. കഴുകിയെടുത്തത് കൊണ്ട് തന്നെ ഇനി കഴുകേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ തോരനിലേക്ക് ഒരു വലിയ സവോള, ഒരു പാവയ്ക്കയാണ് എടുത്തത്, അതുകൊണ്ട് ഒരു വലിയ സവോള നൈസായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചു. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ഒന്നോ രണ്ടോ വെളുത്തുള്ളി അല്ലിയോ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം എണ്ണ കൂടിയിരുന്നാൽ നല്ലതാണ്. എണ്ണ അധികം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അല്പം കൂടി ഒഴിക്കാം. കടുകിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയും പച്ചമുളകും വെളുത്തുള്ളി അല്ലിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരല്പം കറിവേപ്പിലയും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇത് നല്ല ബ്രൗൺ കളറായിട്ടൊന്നും വരേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് വഴന്നു വന്നാൽ മതി. ചെറിയുള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്താൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് ഇത്രയും അരിഞ്ഞെടുക്കാൻ കുറേ സമയം എടുക്കില്ല. അപ്പം ഞാൻ ഒരു സവോളയാണ് കട്ട് ചെയ്തെടുത്ത് വെച്ചത്. ചെറിയുള്ളി അരിഞ്ഞെടുക്കാൻ സമയമുള്ളവർക്ക് അതും കൂടി ചേർക്കാം കേട്ടോ. വറ്റൽമുളക് വേണമെങ്കിൽ ചേർക്കാം, അത് എണ്ണയിൽ ഇടാൻ മറന്നുപോയി. ഒരല്പം ഉപ്പ് ചേർത്തു നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. കൂട്ടുകാരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും കൂടി മറക്കല്ലേ. സവോളയ്ക്കൊന്ന് വഴന്നു വന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള പാവയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. പാവയ്ക്ക ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുമ്പോൾ തന്നെ ഒരല്പം വെള്ളം അതിന്ന് ഇറങ്ങി വന്നിട്ടുണ്ടാവും. കുറച്ച് കുഴഞ്ഞാണ് ഇരിക്കുന്നത്. തോരൻ വയ്ക്കുമ്പോൾ ഇനി ഒരല്പം പോലും വെള്ളം ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതേപോലെ കട്ട് ചെയ്താൽ ചോപ്പറിലിടുമ്പോഴും കുറച്ച് വെള്ളം ഇങ്ങനെ വന്നിരിക്കും. അതിൻ്റെ ഫ്ലഷിൽ നിന്ന് ഇങ്ങനെ ഒരല്പം വെള്ളം വന്നിട്ടുണ്ടാവും. ആ വെള്ളം തന്നെ മതിയാവും. സിമ്മിലിട്ടിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ. ഒന്ന് മിക്സ് ചെയ്തു. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കയ്പ്പയ്ക്ക ആയതുകൊണ്ട് ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരല്പം ഉപ്പ് വേണം, എന്നാലേ ഈ കയ്പ്പൊക്കെ ഒന്ന് മാറിയിരിക്കുള്ളൂ. ഇനി BP ഒക്കെ ഉള്ളവരൊക്കെ കഴിക്കുകയാണെങ്കിൽ അല്പം ഉപ്പ് കുറയ്ക്കാം കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെക്കണം. മീഡിയം ഫ്ലെയിമിലിടണം. അടച്ച് വെച്ച് കുറേ സമയം വെക്കാൻ പാടില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊന്ന് നോക്കിയിട്ട് തുറന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. അങ്ങനെ ശ്രദ്ധിച്ച് വേണം ഈ തോരൻ തയ്യാറാക്കിയെടുക്കാൻ. ആവിയൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടാവും വെള്ളത്തിൽ. ഈ പാവയ്ക്കയില വെള്ളം ഒന്നും കൂടി കിനിഞ്ഞിറങ്ങി വന്നു, കണ്ടില്ലേ? ഇത് തന്നെ മതിയാവും ഇതൊന്ന് വഴന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ. 2-3 പ്രാവശ്യം സിമ്മിലിട്ടിട്ട് അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടോ ഒന്ന് ഇളക്കി വേവിച്ചെടുക്കണം. എന്നിട്ടൊന്ന് അടച്ച് വയ്ക്കാം. അത്യാവശ്യം ഒന്ന് വെന്ത് വന്ന് അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയത് കണ്ടില്ലേ? പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ടിങ്ങ് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 2-3 സ്പൂണ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരവിയതും കൂടി, കൂടുതൽ അങ്ങ് ചേർക്കണ്ട കേട്ടോ. ഇനി ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഇത്രയും കൂടി ചേർക്കാം. അപ്പം അത്രയും കൂടി കയ്പ്പ് ഈ സവോളയിലും തേങ്ങയിലേക്കും കൂടി അങ്ങ് പിടിച്ച് വലിഞ്ഞ് വന്നിട്ടുണ്ടാവും. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് തുറന്ന് വെച്ച് തന്നെ ഇളക്കി കൊടുത്ത് വെള്ളം വലിയിച്ചെടുക്കാം. സൂപ്പറാണ്. കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കിയാൽ കഴിക്കും. അഭിപ്രായം പറയൂ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം.